ലെറ്റ്സ് ഗെറ്റ് റെഡി ഫോർ ജന്മാഷ്ടമി. അപ്പോൾ കുളിച്ച് വന്നതിന് ശേഷം ഈ ഒരു കുർത്തി വിത്ത് ഈ ഒരു മെറൂൺ ലെഗിങ്സ് ആണ് ഇടുന്നത്. ആൻഡ് സ്കിൻ കെയർ ഞാൻ കൂടുതലൊന്നും ചെയ്യണില്ല, കാരണം ഭയങ്കര ചൂടായതുകൊണ്ട് ജസ്റ്റ് ഈ ഒരു മോയ്സ്ചറൈസിങ് ടോണർ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യണുള്ളൂ. എന്നിട്ട് ഞാൻ ഡയറക്റ്റ്ലി ഈ ഒരു മാക്കിൻ്റെ കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ മാത്രം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം എവിടെ നോക്കിയാലും ഇങ്ങനെ പതുക്കെ പതുക്കെ ഒരു സ്വെറ്റി ഓയിലി ആയിട്ടുള്ളൊരു ഫീൽ വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഈ ഒരു ബ്ലഷ് ജസ്റ്റ് ഒന്ന് തോണ്ടി മാത്രം എടുത്തുള്ളൂ, കാരണം ഭയങ്കര പിഗ്മെന്റഡ് ആണ്. അത് തന്നെ സെയിം ഞാൻ ഐലിഡുമേ അപ്ലൈ ചെയ്തതിന് ശേഷം ഇവിടെ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ഐബ്രോ ജെൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഭയങ്കരമായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിള്ളച്ചനാവാൻ നേരം പിടിക്കൂല. എന്നിട്ട് ഈ ഒരു ലിപ് ബാം പതുക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇവിടെ സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് സെറ്റ് ചെയ്ത് അത് അവിടെ സെറ്റ് ആകുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഇറസിസ്റ്റബിൾ ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ മുടി എന്ത് ചെയ്യണമെന്നായിട്ട് ആലോചിക്കായിരുന്നു. അപ്പോഴത്തേക്കൊക്കെ എൻ്റെ നടു ഒടിഞ്ഞ് കുനിഞ്ഞ് നിന്ന് ഞാൻ ശരിക്കും ആലോചിക്കുന്നത് പോണി കെട്ടണോ വേണ്ടെന്നുള്ളത്. കാരണം ഇത് വെച്ചിട്ട് എനിക്ക് 4-5 മണിക്കൂർ കഴിച്ചു കൂട്ടണം. ഉറപ്പായിട്ട് ഭയങ്കരമായിട്ട് മുടിയുമ്പോൾ സ്ട്രെസ് വരും. അപ്പം ഞാനിവിടെ സെറ്റിംഗ് സ്പ്രേ വേഗം ഉണക്കട്ടെ, കാരണം മുടിയൊക്കെ അത് മൊട്ടയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങനെ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് നോർമലായിട്ടുള്ള ബ്രെയ്ഡ് കെട്ടാനായിട്ട് അത് കംഫർട്ടബിളും ആണ്. ആൻഡ് ഇന്ത്യൻ ഔട്ട്ഫിറ്റിൽ കാണാനും രസമാണ്. ഈ നാച്ചുറൽ ഹെയർ ബാം ജസ്റ്റ് ഞാൻ ബാങ്ക്സിൽ അപ്ലൈ ചെയ്തൊന്ന് സെറ്റ് ആക്കിയതിന് ശേഷം കണ്ട എൻ്റെ ലൂസ് ഇവിടെ കുർത്തി, പക്ഷേ ഞാൻ ഓൾട്ടർ ചെയ്തില്ല, കാരണം അത് ലൂസ് ആയതുകൊണ്ട് ചൂടെടുക്കണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ ഓക്സിഡൈസ് ആയിട്ടുള്ള ജ്വല്ലറീസ് ഇട്ടതിന് ശേഷം ഞാനിവിടെ പൊട്ട് തൊട്ടു പെർഫ്യൂം പൂശി ഞാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചേക്കുന്ന പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ ടാഗ് ചെയ്തേക്കാം.